ശബരിമല സ്വർണ്ണക്കൊളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന്റെ അറസ്റ്റോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നതിനിടെ സിപിഎമ്മിന്റെ വിശ്വസ്തനായ എൻ വാസുവിന്റെ അറസ്റ്റ് പാർട്ടിക്ക് തലവേദനയാകും. വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും. BV അരുൺ വിവരങ്ങളും വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഏതെങ്കിലും തരത്തിൽ ഇനി ഇതൊരു പ്രതിപക്ഷത്തിലേക്ക് കൊടുക്കാനുള്ള സൈബർ ഹാൻഡിലുകളുടെ ശ്രമം പോലും പരിപൂർണമായിട്ട് പാളുന്ന ഒരവസ്ഥ, പാർട്ടി പലതരത്തിൽ പ്രതിരോധത്തിലാകുന്ന സ്ഥിതി, പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട നേതാക്കന്മാരുടെ വിശ്വസ്തൻ കൂടിയായിരുന്ന എൻ വാസു സ്വാഭാവികമായിട്ടും ഇത് ഹൈക്കോടതിയിൽ ഇരിക്കുന്നതിനാൽ, ഹൈക്കോടതി നേരിട്ടിടപെട്ട കേസായതിനാൽ ജില്ലാ കോടതികൾ പോലും സമീപിക്കാൻ കഴിയാത്ത അവസ്ഥ, വല്ലാത്തൊരു പ്രതിരോധ കുരുക്കിലേക്ക് പാർട്ടി കടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാകുമ്പോൾ രാഷ്ട്രീയപരമായി ഏറെ നിർണായകം കൂടിയായി മാറുന്നു. ഏത് തരത്തിലാണ് ഈ അറസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നത്? ഇതിന്റെ നടപടിക്രമങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പാർട്ടി വക്താക്കളിൽ നിന്നോ നേതാക്കന്മാരിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ? അപർണ, ഇത്രയും നാൾ CPM ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിരോധം തീർത്തിരുന്നത് ആര് അറസ്റ്റിലായാലും ഞങ്ങൾക്ക് വിഷയമല്ല, ആര് ജയിലിലോട്ട് പോയാലും തങ്ങളെ ബാധിക്കുന്നതല്ല. മറ്റൊരു കാര്യം കൂടി CPM പറഞ്ഞിരുന്നത് ഈ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇതിൽ പലരും കോൺഗ്രസിന്റെ സംഘടനാ ഭാരവാഹികളോ കോൺഗ്രസ് അനുഭാവികളോ ഒക്കെ ആയിരുന്നു. അതാണ് CPMിലെ പ്രധാന പ്രതിരോധം. പക്ഷേ എൻ വാസു ഇന്നലെ അറസ്റ്റായതോടുകൂടി ആ പ്രതിരോധം അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല. കാരണം എൻ വാസു CPM ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, ഏറ്റവും വേണ്ടപ്പെട്ട CPM സഹയാത്രികനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ആക്കി CPM അത്രയും ചേർന്ന് പോകുന്ന CPMിന്റെ പാർട്ടി അംഗം കൂടിയാണ് എൻ വാസു. അത്തരമൊരാളാണ് ഇന്നലെ അറസ്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ അറസ്റ്റായവരെല്ലാം കോൺഗ്രസുകാർ എന്നൊരു പ്രതിരോധം കൊണ്ട് മാത്രം CPMിനെ കാര്യങ്ങൾ വിശദീകരിക്കുക എളുപ്പമല്ല. ഇന്നലെ പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണ വിഷയത്തിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആര് വേണമെങ്കിലും അറസ്റ്റ് ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങൾ തന്നെയാണ് അന്വേഷണം, ഹൈക്കോടതി അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആര് അറസ്റ്റിലായാലും അത് ആരായാലും അവർക്ക് വേണ്ടി വാ തുറക്കാൻ പോലും ഞങ്ങൾ എത്തില്ല. അത് പൂർണ്ണമായും അത്തരം ആളുകൾ അറസ്റ്റ് ആയിക്കോട്ടെ, ആര് അറസ്റ്റിലായാലും അതിൽ CPMിന്റെ ഒരു പ്രതിരോധം തീർക്കാൻ CPM വരില്ല എന്നൊരു ഉറപ്പാണ് ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ എൻ വാസുവിന് CPMുമായുള്ള ബന്ധം ആ ഒരു ഒറ്റ പ്രസ്താവന കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. വാസുവിനെ വാസുവാക്കിയത് CPM ആണ്. വാസുവിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് CPM ആണ്. ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത്, രണ്ടാം തവണ കമ്മീഷണർ സമയത്ത് വീണ്ടും ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതും CPM ആണ്. അത്രയധികം CPMുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഈ കേസിൽ പ്രതിയാകുമ്പോൾ അത് CPMനെ സ്വാഭാവികമായി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കും. അവിടെ കൊണ്ടും കാര്യങ്ങൾ തീരില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPMന്റെ നിലവിലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ A. പത്മകുമാറിനെയും ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഒരു തവണ അദ്ദേഹം ചോദ്യം ചെയ്യാൻ അനാരോഗ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. പക്ഷേ ഇനി അത്തരമൊരു ഒഴികഴിവ് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ വൈകാതെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പത്മകുമാറിലേക്ക് കൂടി അന്വേഷണം എത്തുമ്പോൾ CPM അസാധാരണ പ്രതിസന്ധിയിലേക്ക്, പ്രതിരോധത്തിലേക്ക് ഈ വിഷയത്തിൽ വീഴുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുന്നുണ്ട്. BJP നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി പഴിചായ രക്ഷപ്പെടാൻ കഴിയില്ല. ഭരണ നേതൃത്വമാണ് ഈ കൊള്ളയ്ക്ക് നിർദ്ദേശം നൽകിയത്, കൂട്ടുനിന്നത്. അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം മറ്റന്നാൾ പുറത്തിറങ്ങാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ CPM വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പാർട്ടിക്ക് നേരിട്ട് പങ്കില്ല എന്ന് പറയുമ്പോൾ പാർട്ടി നിയോഗിച്ച ആളുകൾ തന്നെ ഈ കൊള്ളയുടെ പ്രതികളായി വരുമ്പോൾ CPMനെ അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ഒരു വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള CPMന്മേൽ അക്ഷരാർത്ഥത്തിൽ കുരുക്കായി മാറുകയാണ്. അരുൺ, PK ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാള് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന് അവകാശപ്പെടുകയും കഴിഞ്ഞ തവണ യുവതീ പ്രവേശന വിവാദത്തിൽ പാർട്ടിയുടെ കുന്തമുനയായിട്ട് ശബരിമലയിൽ നിൽക്കുകയും ചെയ്ത ഒരാള്, ഇത് ആരിലേക്കൊക്കെയാണ് തിരിയുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ടോ? CPMനകത്തു പോലും ഒരുപക്ഷെ ഒരു വിഭാഗം പ്രതികരിക്കുകയും ഒരു വിഭാഗം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഒരു ഭിന്നിപ്പിലേക്കൊക്കെ ഇത് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? CPMൽ എവിടേക്കായിരിക്കും ഇത് ടാർഗറ്റ് ചെയ്യപ്പെടുക? ഇപ്പോഴുള്ള ദേവസ്വം മന്ത്രി നേരെ പോലും ആരോപണങ്ങൾ ഉയരുന്ന തരത്തിൽ പ്രതിപക്ഷം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പുറത്ത് അതുപോലെയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കൂടി ഉണ്ടാകണം. അങ്ങനെ ഇത് ആരിലേക്ക് നീളുന്നു എന്നുള്ള സൂചനകളാണ്.
ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്ത് തന്നെ ഭിന്നാഭിപ്രായമുണ്ടായത്. തലപ്പത്ത് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനെ ഈ വിഷയത്തോട് ശബരിമല സ്ത്രീ പ്രവേശനത്തോട് യോജിപ്പില്ലായിരുന്നു. അദ്ദേഹം പലപ്പോഴും അതിന് വിരുദ്ധമായ നിലപാടുകൾ പരസ്യമായി തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവിടെ അന്നത്തെ സർക്കാരിന്റെ സുപ്രീംകോടതി വിധിയനുസരിച്ച് സർക്കാരിന്റെ നിലപാടുകൾ സർക്കാർ തീരുമാനം നടപ്പാക്കാൻ മുന്നിൽ നിന്നത് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ നിന്നത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവായിരുന്നു. വാസു വളരെ കൃത്യമായി സിപിഎമ്മിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അത് നിയമപോരാട്ടമായാലും നിലപാടുകൾ പ്രഖ്യാപിക്കലായാലും മറ്റ് സ്ത്രീ പ്രവേശന നടപടികൾക്കൊക്കെ ആയാലും മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് വാസുവിന്റെ ഇടപെടലുകൾ. പക്ഷെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലും മറികടന്നു പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വന്നതുമാണ്. അത്തരമൊരു ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ പിടിയിലാവുന്നത്. സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ സിപിഎമ്മിന്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഏറ്റവും അടുത്ത വിശ്വസ്തരായ ഒരു ആൾ സിപിഎം നേതാവ് തന്നെയാണ്. പ്രാദേശിക നേതാവാണെങ്കിൽ പോലും അദ്ദേഹം നേതാവ് തന്നെയാണ്, പാർട്ടി പ്രവർത്തകനാണ്. അങ്ങനെ ഒരു ആൾ പ്രതിക്കൂട്ടിലാകുമ്പോൾ അന്വേഷണം അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല അന്വേഷണ സംഘത്തിന്. പത്മകുമാറിനെതിരെ പങ്ക് നേരത്തെ തന്നെ സംശയമുനയിലാണ്. പത്മകുമാർ ഇപ്പോൾ ഈ കേസിന്റെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റും വൈകാതെ ഉണ്ടായേക്കും. അതും പോരാ, അവിടവും കടന്ന് ഇത് ദേവസ്വം മന്ത്രിയിലേക്ക് എത്തണം. ദേവസ്വം മന്ത്രി ഇതിൽ പ്രധാന കുറ്റാരോപിതനാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, ബിജെപി ഉന്നയിക്കുന്നത്. ദേവസ്വം മന്ത്രി വരെയെങ്കിലും എത്തുന്ന തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് കോൺഗ്രസും ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് എസ്ഐടിയുടെ അന്വേഷണത്തെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ബിജെപി ആകട്ടെ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം, കോടതി നിരീക്ഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ബിജെപി ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ ആ രീതിയിൽ കൂടി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ബിജെപി. സിപിഎമ്മിന്റെ നേതൃത്വത്തിലേക്ക്, സിപിഎമ്മിന്റെ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും ബിജെപിയും നടത്തുന്നത്. അത്തരം രാഷ്ട്രീയ പ്രചരണങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ വരും ദിവസങ്ങളിൽ